ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് പാരായണം ചെയ്യാവുന്നതാണ്. അക്ഷരം തെറ്റാതെ തന്നെ ഈ ഭഗവത് നാമം എല്ലാ ഭക്തജനങ്ങളും പാരായണം ചെയ്യാം. അതിന് ഏറ്റവും നല്ല അവസരമാണ്. ഹരേ കൃഷ്ണ. ഭഗവത് അനുഗ്രഹത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാമസങ്കീർത്തനമാണ്. നാമസങ്കീർത്തനം യസ്യ സർവ പാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഭഗവത് വചനം അതാണ്. നാമസങ്കീർത്തനമാണ് സർവപാപത്തിനും പരിഹാരമായിട്ടുള്ളത്. ആ നാമസങ്കീർത്തനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉത്ഭവം തന്നെ അത് മഹാഭാരത യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. മഹാഭാരത യുദ്ധങ്ങൾ തുടങ്ങി, നമ്മൾ കേട്ടിട്ടുണ്ട് മഹാഭാരതത്തിൻ്റെ കഥ. അപ്പോൾ അതിൽ 10-ാം ദിവസം അർജുന ശരങ്ങളേറ്റ് ഭീഷ്മപിതാമഹൻ യുദ്ധഭൂമിയിൽ വീഴുകയാണ്. അങ്ങനെ ആ ശരശയ്യയിലേക്ക് പിന്നീട് ഭീഷ്മപിതാമഹൻ പോകുന്നു. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്. ഏത് സമയത്താണ് മരിക്കേണ്ടതെന്ന് അദ്ദേഹം തന്നെ നിശ്ചയിക്കും. അതാണ് സ്വച്ഛന്ത മൃത്യു. ഏത് സമയമാണോ മരണത്തിന് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് സാധിക്കുന്ന അത്ര യോഗശക്തിയുള്ള ആളാണ് ആര്? ഭീഷ്മപിതാമഹൻ. അങ്ങനെ ഭീഷ്മപിതാമഹൻ ഇങ്ങനെ ശരശയ്യയിൽ കിടക്കണു. ഇതേ സമയത്ത് യുധിഷ്ഠിരന് ദുഃഖമുണ്ടായി. യുധിഷ്ഠിരന് ദുഃഖം ഉണ്ടാകാൻ കാരണം എന്താ? താൻ കാരണമാണല്ലോ ഈ യുദ്ധമൊക്കെ ഉണ്ടായത്. എല്ലാത്തിനും കാരണം താൻ കാരണമാണോ എന്ന് വെറുതെ യുധിഷ്ഠിരൻ സംശയിക്കുന്നു. കള്ളച്ചൂതിൽ തോൽപ്പിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചൂത് കളിക്കാൻ ഇരുന്നു കൊടുത്തതും തന്നെയും സർവസ്വവും മറന്ന് ഭാര്യയും അതുപോലെ സഹോദരങ്ങളെയും രാജ്യത്തെയും മറന്നുകൊണ്ട് ചൂതുകളിയുടെ ലഹരിയിൽ തൻ്റെ സ്വബോധം നഷ്ടപ്പെട്ട് കളിച്ചതിൻ്റെയും ഫലമായിട്ടൊക്കെ ആയിരിക്കാം യുദ്ധമുണ്ടായത് എന്നൊരു പക്ഷേ യുധിഷ്ഠിരൻ യൂഹിച്ചിട്ടുണ്ടാവാം. ഭഗവാനോട് എന്ന് പരിഭവം പറയുക, അല്ല സങ്കടം പറയുക. ഭഗവാൻ പറഞ്ഞു ഭീഷ്മപിതാമഹനെ പോയി കാണണം. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ധർമ്മപുത്രരും സഹോദരങ്ങളുമൊക്കെ നേരെ ഭീഷ്മപിതാമഹൻ്റെ സമീപത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ആ ശരശയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഉത്തരായനത്തിൻ്റെ പുണ്യകാലവും പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയത്ത് പല സംശയങ്ങളും ചോദിക്കുന്നു. അങ്ങനെ ആ ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, കിം ജപൻ മുച്യതേ ജന്തുർ ജന്മസംസാരബന്ധനാത്. കിം ജപൻ മുച്യതേ ജന്തുർ. ജന്മസംസാര ബന്ധനത്തിൽ നിന്നും, ജന്മവും സംസാരവും അതായത് ഈ ലോകമാകുന്ന ഈ ബന്ധനത്തിൽ നിന്നും ജന്തുക്കൾക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ജീവിക്കേണ്ടത് എന്നാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. അവിടെ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞില്ല, ജന്തുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാരിക്കുന്നവർക്കും തിര്യക്കുകൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും എന്ന് വേണ്ട ജീവനുള്ള സകലർക്കും ജപിക്കാൻ പറ്റുന്നത് എന്താണ് എന്നാണ് ഇവിടെ ഭീഷ്മപിതാമഹനോട് യുധിഷ്ഠിരൻ്റെ ചോദ്യം. ഉത്തരം പറയാണ്. അവിടെയാണ് ശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ പറയാണ്, ഭീഷ്മ ഉവാച, എന്താ പറയാന്ന് ആണെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊള്ളുക, ആരെ? മഹാവിഷ്ണുവിനെ ഉപാസിച്ചു കൊള്ളുക. അതാണ് ജന്മസംസാര ബന്ധനാൽ കിം ജപൻ മുച്യതേ ജന്തുർ. ജന്മസംസാര ബന്ധനാൽ ചോദിച്ചു, ഉത്തരം പറഞ്ഞു, ജഗൽ പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ. നാമസഹസ്രങ്ങളെ കൊണ്ട് പുരുഷോത്തമനെ, ജഗൽ പ്രഭുവിനെ, ദേവദേവനെ സ്തുതിച്ചുകൊള്ളുക. അതാണ് ഉത്തരം പറഞ്ഞത്. അങ്ങനെ വിഷ്ണു സഹസ്രനാമം അവിടെ മഹാഭാരതത്തിൽ ആ 10-ാം ദിവസത്തെ യുദ്ധം സമാപിച്ചതിന് ശേഷം ഭീഷ്മ യുധിഷ്ഠിര സംവാദ രൂപത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അതിൻ്റെ മാഹാത്മ്യവും. ആദ്യം തന്നെ ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തിലാണ് ഓം വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭൗയ ഭവൽ പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന
ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരയേവ ച. അങ്ങനെ ഓരോ വാക്കും ഭഗവാന്റെ പര്യായമായിട്ട് പറഞ്ഞു കൊടുക്കുക. വിശ്വം, വിശ്വനെ, വിഷ്ണു, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിനെ, ഭൂത ഭവ്യ ഭവൽ പ്രഭു, കഴിഞ്ഞ കാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും വരാനിരിക്കുന്ന കാലത്തിൻ്റെയും മൂന്ന് കാലത്തിൻ്റെയും ത്രികാലത്തിൻ്റെയും പ്രഭുവായിരിക്കുന്ന, എല്ലാ ഭൂതങ്ങളുടെയും കാരണമായിരിക്കുന്ന, ആ ഭൂതത്തിൻ്റെ ആത്മാവായിരിക്കുന്ന, പഞ്ചഭൂതങ്ങളുടെയൊക്കെ ആത്മശക്തിയായിരിക്കുന്ന ആ ഭഗവാനെ എന്ന് പറഞ്ഞാൽ കൂടെ ആദ്യം തന്നെ വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നു. അതുപോലെ സകല പാപങ്ങളും നശിക്കുന്നതാണ് എന്ന് അതിനിടയിൽ പലയിടത്തും ആവർത്തിച്ച് പറയണു. എന്തെല്ലാം പൂർവജന്മ ദോഷമുണ്ടെങ്കിലും ഇഹജന്മ ദോഷമുണ്ടെങ്കിലും ആ ജന്മാന്തര ദോഷങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. അതാണ് സ്തോത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. എല്ലാ ദിവസവും ഇത് പാരായണം ചെയ്യാം. ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് പാരായണം ചെയ്യാവുന്നതാണ്. അക്ഷരം തെറ്റാതെ തന്നെ ഈ ഭഗവൻ നാമം എല്ലാ ഭക്തജനങ്ങളും പാരായണം ചെയ്യാം. അതിന് ഏറ്റവും നല്ല അവസരമാണ് ഈ ഭാഗവത സപ്താഹം പോലുള്ള വേദികൾ, അതുപോലെ ക്ഷേത്രങ്ങൾ. വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ജപിക്കാം, അതല്ലെങ്കിൽ ഗൃഹത്തിലിരുന്ന് ജപിക്കാം, നിലവിളക്ക് വച്ചിരുന്ന് സന്ധ്യാവേളയിൽ ജപിക്കാം, ഇരുസന്ധിക്കും ജപിക്കാവുന്നതാണ്. സകല ദോഷങ്ങളും മാറുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം. അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. വിശ്വം, വിഷ്ണു എന്ന് പറയുമ്പോൾ തന്നെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം എന്ന പുരുഷ സൂക്തത്തിൽ ഭഗവാന്റെ വിശ്വവിരാട് രൂപിയായിരിക്കുന്ന ആ ഭഗവാനെ എങ്ങനെയാണോ പുരുഷ സൂക്തത്തിൽ വർണ്ണിക്കുന്നത്, അതിനെ കുറച്ചുകൂടി ലളിതമായി സാധാരണ ഭക്തർക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ആണ് ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അവതരണം തന്നെ. അത് നമുക്ക് നൽകിയിരിക്കുന്ന നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടി യുഗധാരിണേ നമ എന്ന് ആ സഹസ്രനാമത്തെ തന്നെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഭാഗവതത്തിൽ, അല്ല മഹാഭാരതത്തിൽ. ആ മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ, ഈ കഥാഭാഗം വളരെ സവിസ്തരം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തെ അങ്ങനെ എടുത്തു വെച്ച് കാണിക്കണില്ല. കാരണം മഹാഭാരതത്തിൽ വർണ്ണിച്ച കാര്യങ്ങൾ വീണ്ടും വർണ്ണിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഭാഗവതത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു അധ്യായത്തിലൊന്നും വിഷ്ണു സഹസ്രനാമം പറയണില്ല. എന്നാൽ ഇതിൽ നിന്നും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാ ശ്ലോകങ്ങളിലും തന്നെ സഹസ്രനാമത്തിൻ്റെ ഒരു നാമമെങ്കിലും ഭാഗവതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ പ്രഥമസ്കന്ധത്തിലെ ഭീഷ്മസ്തുതി ഉണ്ട്. ആ ഭീഷ്മസ്തുതിയുടെ സന്ദർഭവും ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സന്ദർഭം തന്നെയായിട്ടാണ് പറയണത്. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും എല്ലായ്പ്പോഴും എന്താ പറയുക, നാവ് ശുദ്ധമായിരിക്കുന്ന സമയത്തൊക്കെ എന്നാണ് പറയണത്. ആ സമയത്തൊക്കെ വേണമെങ്കിൽ ജപിക്കാം. അതിന് ഇന്ന സമയമെന്ന് പോലും ഭേദം കൽപ്പിക്കേണ്ടതില്ല. കാരണം ഭഗവാൻ അങ്ങനെ അഭിമാനിയല്ല, ദുരഭിമാനിയല്ല എന്ന് തന്നെ ഭാഗവതത്തിൽ പറയണു. അമാനീ മാനദോ മാന്യോ ലോകസ്വാമി ലോകത്തിൽ, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനറിയാം. ലോകസ്വാമിയാണ്, ദുരഭിമാനിയല്ല. അതിന് കാലദേശാവധിഭ്യ എന്ന് പറയുന്നതുകൊണ്ട് കാലത്തിനോ ദേശത്തിനോ അവധി കൽപ്പിക്കേണ്ട ആവശ്യമില്ല ഈശ്വര ഉപാസനയ്ക്ക്, പ്രത്യേകിച്ച് വിഷ്ണു ഉപാസനയ്ക്ക് എന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിലും അതുപോലെ മഹാഭാരതത്തിലും ഒക്കെ മഹാഭാരതത്തിൽ തുടങ്ങി വെച്ച് ആ ഭാഗവതത്തിൽ അതിൻ്റെ ആർത്ഥിക തലങ്ങളിലേക്ക് കടന്നു നിന്ന വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവരും ഭക്തജനങ്ങൾ ഭഗവാനെ കിട്ടണമെന്നുള്ളവർ എല്ലാവിധ ദുരിതങ്ങൾക്കും ദോഷത്തിനും പരിഹാരമായിട്ട്, പിതൃദോഷത്തിന് പരിഹാരമാണ്, അതുപോലെ ശാപദോഷത്തിന് പരിഹാരമാണ്. ക്ഷിതീശപാപനാശക ഈ സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്. ക്ഷിതീശപാപനാശക, ഭൂമിയുടെ ഈശ്വരനായിരിക്കുന്ന, പാപത്തിൻ്റെ നാശകനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ആത്മയോനിസ്വയം ജാതോ വൈഖാനസാമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷിതീശപാപനാശന ശംഖഭൃന്നന്ദകീ ചക്രി ശാർഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധാ ശ്രീ സർവപ്രഹരണായുധായ നമ. ഓം നമയതി വനമാലീ ഗതേശാർഗേ ശംഖീ ചക്രേ ച നന്ദകി
ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതു. എല്ലാ ആപത്തുകളിൽ നിന്നും ശ്രീവാസുദേവൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരി ഓം.